ശ്രീമതി പുഷ്പ, താങ്കൾ ഈ വിവരം അറിഞ്ഞിരുന്നു? ഒരു 15-കാരിയാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതും 5 മലയാളി യുവാക്കളാണ് ഇതിന് പിന്നിലെന്ന് അറിയുന്നു. നമ്മളെ 20-ാം തീയതിയാണ് അത് നടന്നത് എന്നാണ് ഇന്ന് രാവിലെ ഞാൻ അറിഞ്ഞത്. ശരി. ഞങ്ങൾ തിരുവനന്തപുരം മീറ്റിങ്ങിന് പോയതായിരുന്നു. അപ്പൊ ഇന്ന് ഞങ്ങൾ ആ വീട്ടിൽ പോയി അവരുടെ അമ്മേനെ കണ്ടു. അപ്പം അവര് നിൽക്കുന്ന അവരുടെ അമ്മയുടെ അച്ഛനും അമ്മയും ആണ് ഇവിടെ ഉള്ളത്. അവര് ഇവിടെയാണുള്ളത്, ബംഗാളിലാണുള്ളത്. ശരി, താങ്കൾക്ക് ലഭ്യമായ വിവരങ്ങൾ ഞങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാം. എന്താണ് അവർ പറയുന്നത്? എന്താ കുട്ടിക്ക് സംഭവിച്ചത്? അവര് പറഞ്ഞ എന്താ വെച്ചാ, കുട്ടി സുരഭിമളിൽ പണിക്ക് പോകുന്ന കുട്ടിയാണ്. ആ കുട്ടി പറഞ്ഞ അവിടുന്ന് ഒരു ആള് ആയിട്ട് ഇഷ്ടമുണ്ടായിരുന്നു, പുറത്തുള്ള ഏതോ ഒരാളാ ആ കുട്ടിക്ക്. അയാള് വന്ന് വിളിച്ചു കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. അത് മലയാളിയാണോ മാം? അതറിയില്ല മലയാളിയാണോ. അത് പോലീസ് ഇപ്പൊ അതിന്റെ അന്വേഷണത്തിലാണ്. ഞങ്ങള് സ്റ്റേഷനിൽ പോയിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് ഞങ്ങൾ അന്വേഷണത്തിലാണ്, അന്വേഷിച്ചത് ഞങ്ങൾ മുഴുവനും അറിഞ്ഞതിന്റെ ശേഷം പറയാം, ഞങ്ങൾ അന്വേഷിക്കണം, കണ്ടെത്തണം എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. കുട്ടി ഇപ്പം പോലീസ് അവിടെയാണ്. ഈ ഇഷ്ടമുള്ള ഒരാളുമായി കുട്ടി അവിടുന്ന് ഇറങ്ങി പോവുകയാണെന്നാ പറഞ്ഞത് അല്ലേ? പറഞ്ഞത്. അതിനുശേഷം ഈ വേറെ ആളുകൾ ഈ കുട്ടിയെ ഉപദ്രവിച്ചതായിട്ടൊന്നും അവര് പറഞ്ഞില്ലേ? ഇല്ല അവര് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞങ്ങളോട് സംസാരിച്ചപ്പോ പറഞ്ഞത് 4-5 പേരുണ്ടായിരുന്നു ആ സംഘത്തിൽ എന്നാണ് പറഞ്ഞത്. ആ കുട്ടിയെ ക്രൂരമായി. നിങ്ങൾ അന്ന് പോയപ്പോൾ അവിടെ കുട്ടി ഉണ്ടായിരുന്നോ? ഇല്ല, കുട്ടീനെ എന്താ ജുവൽ ഹോമിലൊക്കെ ആക്കിയിട്ട് വന്നു. അന്ന് താങ്കളെ ഈ ഫോട്ടോയൊക്കെ കാണിച്ചിരുന്നോ? ഞങ്ങളെ ഇപ്പോൾ ആ കുട്ടിയുടെ ഫോട്ടോ അടക്കം കാണിച്ചിരുന്നു, ആ ക്രൂരമായിട്ട്. അപ്പൊ അന്ന് എന്തൊക്കെയാണ് സംസാരിച്ചത്? അപ്പൊ താങ്കൾ ഇങ്ങനെ താങ്കളുടെ അവിടെ പരിധിയിൽ ഇത്തരം ഒരു സംഭവം നടന്നിട്ട് താങ്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവരോട് സംസാരിച്ചത്? നമ്മള് എന്താ വെച്ചാല് ഇത് എന്തായാലും അറിയണല്ലോ, നമ്മള് ഇതില് വന്നതല്ലേ, നമുക്കും ഇങ്ങനെ പെൺകുട്ടികളുള്ളതല്ലേ, അപ്പൊ നമുക്ക് അറിയണല്ലോ. പിന്നെ അവിടുന്ന് പോലീസും അവിടുത്തെ കൗൺസിലറും ഒക്കെ വന്നിരുന്നു. അപ്പൊ അവരും ഒക്കെ കൂടെ ഞങ്ങൾ സ്റ്റേഷനിൽ പോയി ഞങ്ങള് സിയെ കണ്ടു. അപ്പൊ സി പറഞ്ഞ അതിന്റെ ഇതിലാണ് ഒരാളാണ് ആ കുട്ടി പറയുന്നത്. പക്ഷെ പിന്നെ പുറത്ത് ഏതോ ചാനലിൽ 4 ആളുണ്ട് എന്നൊക്കെ പറഞ്ഞു. പോലീസ് എന്താണ് പറഞ്ഞത്? പോലീസ് പറഞ്ഞത് ഒരാളെ കൂടിയാണ് ഈ കുട്ടി പോയത്. അയാള് താമസിക്കുന്ന സ്ഥലത്ത് 5 പേരുണ്ട്. ശരി. പക്ഷെ അവരൊന്നും ഇതിലേക്ക് ഇല്ല എന്നുള്ളതാണ് പോലീസ്. അതും കൂടി അന്വേഷണത്തിലാണെന്നാ പറഞ്ഞത്. അതായത് സ്ഥിരീകരിച്ച് പറഞ്ഞില്ല പോലീസ് അല്ലേ? ഇതൊരു കൂട്ടബലാത്സംഗം എന്ന രീതിയിൽ സ്ഥിരീകരിച്ച് പറഞ്ഞില്ല. കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. അതിന്റെ കരച്ചിലാണ് അവര് കൃത്യമായിട്ട് കിട്ടാനുള്ള. പക്ഷെ ഈ ഒരാളെങ്കിലും പിടിക്കണമല്ലോ. ഈ ഒരാൾ ആരാണെന്ന് പോലും അറിയില്ല. ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ആളെന്നൊക്കെ പറയുമ്പോൾ 15 വയസ്സേ ഉള്ളൂ മാഡം. അതാണ് 15 വയസ്സേ ഉള്ളൂ ആ കുട്ടിക്ക്. 16 വയസ്സെങ്കിലും കുട്ടി പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയല്ലേ? അത്രത്തോളം ഗൗരവമുള്ളൊരു വിഷയവുമല്ലേ ഇത്? പിന്നീട് എന്തെങ്കിലും താങ്കൾ എന്നാണ് പോയത്? ഇന്നാണോ? ഞങ്ങളിതാ പോയത് അപ്പൊ അങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ, കുറച്ചേരായിട്ട്. അപ്പോഴും ഈ കൂടുതൽ ആളുകൾ ഉപദ്രവിച്ചു എന്നൊന്നും വീട്ടുകാർ പറഞ്ഞില്ല? ഇല്ല വീട്ടുകാര് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങളോട് ഈ കുടുംബം സംസാരിക്കുമ്പോൾ പറഞ്ഞത് അവർ 5 പേരുണ്ടായിരുന്നു എന്നാണ്. ഈ പെൺകുട്ടിയെ പോലീസ് കണ്ടെത്തിയത് വളരെ വൈകിയാണ് എന്നും പറയുന്നു. രാത്രി വൈകിയും കാണാതായി. അന്വേഷിച്ചപ്പോഴാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. വളരെ ക്രൂരമായി ഉപദ്രവിച്ചതിന്റെ ദൃശ്യങ്ങളടക്കം ഞങ്ങളെ കാണിച്ചു. അതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, കാണിച്ചിട്ടില്ല. നമ്മളവിടെ കുറെ നേരം ഉണ്ടായിരുന്നു. നമ്മള് പിന്നെ അവരുടെ കൂടെ സ്റ്റേഷനിലേക്ക് പോയി. എന്താ വെച്ചാൽ നമ്മളിവിടുന്ന് നടന്നൊരു സംഭവമല്ലേ, അപ്പൊ നമ്മൾ അവരുടെ കൂടെ പോയി അവിടെ സീനെയും ഒക്കെ കണ്ടപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ അന്വേഷണത്തിലാണ്, കറക്റ്റ് അന്വേഷിക്കാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, അപ്പൊ അതിന്റെ ഇതിലാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അതെന്തായാലും കണ്ടെത്തണം, ആരാച്ചാ പിടിക്കണം, ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. മാഡം, മറ്റൊരു വിവരം നമുക്ക് ലഭ്യമാകുന്നത് ഈ ബംഗാളിൽ നിന്നുള്ള പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഉണ്ടല്ലേ? അതിന്റെ വിവരങ്ങൾ എന്താ താങ്കൾക്ക് അറിയാവുന്നത്? അവരവിടെ സ്റ്റേഷനിൽ ഇരിക്കുന്നുണ്ട്, ബാക്കി കാര്യങ്ങൾ അവർക്ക് കിട്ടാൻ വേണ്ടിട്ട്. അവര് വന്നത് എന്തുകൊണ്ടാണ്? ഇതുവരെ ഈ പ്രതികളെ പിടിക്കാൻ പറ്റാത്തോണ്ടാണോ? അല്ലല്ല, അവരിവിടുന്ന് പിന്നെ ആരോ വിളിച്ചതാണ്. ഇങ്ങനെ ഉപദ്രവിച്ചു അല്ലെ, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് അവിടെ വിളിച്ച് നാട്ടിൽ
പറഞ്ഞിട്ടുണ്ടാവും. അതാണല്ലോ അവര് വന്നത്. നമ്മളാരും ഇവിടെ ഇല്ല. ഞങ്ങൾ ഇവിടെ ഇല്ലാത്തോണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല. നമ്മളെ ഒരാള് വിളിച്ച് ശരിക്കും ഇന്ന ഒരാള് വിളിച്ച് പറയണ്ടേ, അത് ഉണ്ടായിട്ടില്ല. ഞാൻ കേട്ടപ്പോ ഞാൻ പോയിന്ന് മാത്രം. താങ്കൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? തിരുവനന്തപുരത്തായിരുന്നു. നമ്മള് തിരുവനന്തപുരം മീറ്റിംഗിൽ പോയതായിരുന്നു. ശരി ശരി. ആ സമയത്ത് അവിടെ ആരും അങ്ങോട്ടേക്ക് പരാതിയായിട്ടൊന്നും വന്നിട്ടില്ല, വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. ഈ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത് ഇവര് ഇവിടെ വന്നിട്ട് എത്ര കാലമായി എന്നൊക്കെ ചോദിച്ചിരുന്നോ? 2 വർഷമായി എന്നാ പറഞ്ഞു. ഇവിടെ ആരൊക്കെയാണ് ഇവര്? ഏത് ഭാഗത്തായിട്ട് താമസിക്കുന്നത്? ഉമ്മയും ഉമ്മയുടെ വാപ്പയും. ഉമ്മയും ഉമ്മയുടെ വാപ്പയും ആണ് ഇവരുടെ കൂടെ ഉള്ളത്? അമ്മമ്മയും അമ്മച്ചനും നമ്മളതിൽ പറയുകയാണെങ്കിൽ. ഉമ്മ അവിടെ തന്നെ ഏതൊരു വീട്ടില് പണിക്ക് പോവാണ് എന്നൊക്കെയാണ്. നാട്ടിലാണെന്നാണ് പറഞ്ഞത്. പിന്നെ എന്താ വെച്ചാ അവര് ഹിന്ദിക്കാരാണല്ലോ. അവര് പറയണ മുഴുവൻ നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. പിന്നെ നമ്മളെ കൂടെ ഒരാൾക്ക് ഹിന്ദി അറിയുന്ന ആളുണ്ടായോണ്ട് അയാളാണ് പറഞ്ഞു മുഴുവനാക്കി തന്നത് നമുക്ക്. ഇവരുടെ കൂടെ തന്നെയായിരുന്നു ഈ കുട്ടി താമസിച്ചോണ്ടിരുന്നത്? ഇവരുടെ കൂടെ തന്നെയാണോ ഈ കുട്ടി താമസിച്ചോണ്ടിരുന്നത്? അതെ അതെ അതെ. ഇവിടുന്നാണ് ഈ മോളില് പോയിക്കൊണ്ടിരുന്നത് ജോലിക്ക്? ഇവിടുന്നാ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഈ കൊണ്ടുപോയ ആളെ കുറിച്ച് യാതൊരു വിവരവും അവർക്കും അറിയില്ല? ഇല്ല. നമ്മളോട് പറഞ്ഞതനുസരിച്ചിട്ട് ആ ഒരു പയ്യനെ അറിയാമെന്നാണ്. ഒരു പയ്യനെ അറിയാം, മറ്റുള്ളവരെ കണ്ടാൽ അറിയാം എന്നാണ് നമ്മളോട് സംസാരിച്ചത്. അവര് നമ്മളോട് സംസാരിച്ചിരുന്നു. വീട്ടുകാര് പറഞ്ഞു? അതെ അതെ അതെ, കുടുംബം. എന്നാ അവരറിയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്താണ് താങ്കൾ ഇനി ഇതിനകത്ത് എന്താണ് പോലീസിനോട് കൂടുതൽ കാര്യങ്ങൾ? അവര് കണ്ടുപിടിച്ചിട്ട് വിളിക്കാന്നാ പറഞ്ഞത്, അറിയിക്കാന്നാ പറഞ്ഞത്. അറിയിച്ചിട്ടില്ല. ശരി ശരി. ഒന്നും കൂടി നോക്കട്ടെ, ചോദിച്ചു നോക്കട്ടെ. ശരി ശരി, തീർച്ചയായിട്ടും വീണ്ടും താങ്കളിലേക്ക് വരാം. ഇപ്പോൾ താങ്കൾ കൂടുതൽ വിവരങ്ങൾ എടുക്കും. നമുക്ക് എന്തായാലും നമ്മുടെ കേരളത്തിൽ വളരെയധികം നന്ദി ശ്രീ വി എം പുഷ്പ ഞങ്ങളോട് സംസാരിച്ചതിന്. രാമനാട്ടുകര നഗരസഭാ ചെയർപേഴ്സൺ ആണ്. ആ സമയത്ത് അവരവിടെ ഉണ്ടായിരുന്നില്ല, തിരുവനന്തപുരത്തായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ അറിഞ്ഞ സമയത്ത് അവിടെ ആ കുട്ടിയുടെ വീട്ടിലെത്തുകയും അവരുടെ ബന്ധുക്കളുമായി സംസാരിക്കുകയും ചെയ്തു എന്നാണ്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിരുന്നില്ല. ഈ പെൺകുട്ടിക്ക് ആരോ ഒരാളുമായി സ്നേഹബന്ധം ഉണ്ടായിരുന്നു എന്ന് ആണ് അവിടെ നിന്ന് പറഞ്ഞത്. അയാൾ വിളിച്ചു കൊണ്ടുപോയി എന്ന രീതിയിലാണ് അവർക്ക് ലഭിച്ച വിവരം എന്നാണ്. എന്തായാലും നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് അവർ 5 പേരുണ്ടായിരുന്നു. അതിലൊരാളെ അറിയുന്ന ആളാണ്. ബാക്കിയുള്ള 4 പേരെയും കണ്ടാൽ അറിയാം എന്നാണ് പറഞ്ഞത്. ഇത് ഈ അവിടെയുള്ള ആളുകൾ, ജനപ്രതിനിധികൾ പോലും ഇക്കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതും ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ്. ഒരു 15-കാരി പെൺകുട്ടിയാണെന്ന് ആലോചിക്കണം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയാണ് കൂട്ടബലാത്സംഗത്തിനിരയായിരിക്കുന്നത്. അതും രാമനാട്ടുകരയിൽ. ഈ പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. പ്രതികളിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ നേരത്തെ പുഷ്പയൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇത് ഒരാളാണ് ഇതിന് പിന്നിലെന്നാണ് അവർക്ക് അറിവ് ലഭിച്ചിരിക്കുന്നത്. പോലീസിനോടും പെൺകുട്ടി അങ്ങനെയാണ് പറഞ്ഞത് എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. അനീഷ്, ഈ പല കാര്യങ്ങളിലും പല വിവരങ്ങളിലും ഇപ്പോൾ ചെയർപേഴ്സൺ സംസാരിച്ചപ്പോൾ പറഞ്ഞതടക്കം നമ്മളോട് പറഞ്ഞ കാര്യങ്ങളല്ല അവരോട് പറഞ്ഞിരിക്കുന്നത്. അവർ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞത് എന്നുള്ളതാണ്. ഈ കുട്ടിയെ ആരോയും ഏതോ ഒരാളുമായി സ്നേഹത്തിലായിരുന്നു. അയാൾ വിളിച്ചപ്പോൾ അയാളുടെ കൂടെ പോയി. ബാക്കിയുള്ള ആളുകൾ